ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ആദ്യം തദ്ദേശത്തിലെ ഇടത് തോൽവിക്ക് പിന്നാലെ തനിക്കെതിരെ ഉയർന്ന വർഗീയ ധ്രുവീകരണ ആരോപണങ്ങൾ തള്ളി വെള്ളാപ്പള്ളി നടേശൻ. താൻ മുസ്ലിം വിരുദ്ധനല്ല, മുസ്ലിം ലീഗിനെയാണ് കുറ്റപ്പെടുത്തിയത്. താൻ മതേതര ചിന്തയുള്ളവനാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അത് ഞാൻ മുസ്ലിം വിരുദ്ധ പരാമർശനം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ചേർത്തപ്പെടുത്തിയിട്ട് എന്റെ സമുദായത്തിൽ പിണറായി എന്ത് തന്നു? അതൊക്കെ ഒരുമാതിരി കുറ്റം പറയാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ ഇനി എന്റെ സമുദായത്തിന് താറടിച്ച് കാണിക്കാനല്ല ഇവരെല്ലാം ചെയ്യണത്. ഈ ലീഗുകാരെ മതേതരത്വം പറയാൻ ഇവർക്ക് വല്ല അവകാശമുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF പരാജയത്തിന്റെ കാരണം താനല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. പിണറായിയെ LDF ഘടകകക്ഷികൾ കുറ്റപ്പെടുത്തുന്നതിൽ സങ്കടം. 10 വർഷം എല്ലാ സുഖസൗകര്യവും അനുഭവിച്ചവർ പിണറായിയെ കുറ്റപ്പെടുത്തുന്നത് നെറുകേട്. തിരുത്തിയാൽ ഇടതുമുന്നണിക്ക് തിരിച്ചുവരാം, ഭരണത്തിൽ വരാമെന്ന VD സതീശിന്റെ അവകാശവാദം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ത്രിതല പഞ്ചായത്തിലെ പാറ്റേൺ കണ്ടുകൊണ്ട് ഒരു വിധി എഴുതുന്നത് സാധ്യമല്ല. പിന്നെ 10 കൊല്ലം ഭരിച്ച ഒരു ഭരണക്കാരെന്ന നിലയിൽ ഭരണത്തിനകത്തുള്ള ഒരു ഭരണവിരോധം ഒരു സ്വാഭാവികമായും ഉണ്ടാകാം. ഈ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ച് മുമ്പോട്ട് പോവുകയും മുങ്ങുകയാണെങ്കിൽ ഒന്നിച്ച് പൊങ്ങുകയും പൊങ്ങുകയാണെങ്കിൽ ഒന്നിച്ച് പൊങ്ങുകയും ചെയ്യേണ്ടതിന് പകരം സ്വയം തടിതപ്പാൻ കുറ്റങ്ങളെല്ലാം പിണറായിയുടെ തലയിലേക്ക്, നല്ലതെല്ലാം മറ്റുള്ളവരുടെ, അങ്ങനെ ഘടകകക്ഷിയിൽപ്പെട്ട ആളുകൾ പോലും പിണറായിയെ തള്ളി എന്ന് പറയുമ്പോൾ ഇതൊക്കെ നെറുകെട്ട രാഷ്ട്രീയമാണ്. ഇപ്പോഴത്തെ ഈ ഭരണത്തിന്റെ 10 കൊല്ലം കുറെ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു. അത് ജനഹൃദയങ്ങളിൽ എത്തിക്കാനായിട്ട് ഇവിടുത്തെ പാർട്ടി അണികൾക്ക് സാധിച്ചിട്ടില്ല. പാർട്ടി അണികളിൽ ചില ആളുകൾ മസിൽ പിടുത്തം, ഭീഷണിയും ചട്ടമ്പിത്തരം കാണിച്ചും ആരെയും നമ്മുടെ കൂട്ടാൻ സാധിക്കില്ല, കൂട്ടത്തിൽ വരുന്നില്ല. ജനങ്ങളെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാൻ അണികൾക്ക് വേണ്ടത്ര സാധിച്ചിട്ടില്ല. ഈ വോട്ടിന്റെ കണക്ക് വെച്ചുകൊണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വാഷൗട്ട് ചെയ്തു പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്. അതിന്റെ പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹം, മുഖ്യമന്ത്രിയായ കുപ്പായം തയ്ച്ചിട്ടിരിക്കുകയല്ലേ. പക്ഷെ അത് മലപ്പുറക്കാരന്റെ സ്വപ്നം പോലെയാണ്. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാക്കാൻ അതിനകത്തുള്ളവർ പോലും സമ്മതിക്കില്ല. മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിച്ചത് ഇത്ര അപരാധമാണോ എന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ചോദ്യം. പിണറായിയുടെ വണ്ടിയിൽ കയറിയത് കൊണ്ട് മതേതരത്വം നഷ്ടപ്പെട്ടോ? താൻ ഐത്തജാതിക്കാരനായതാണോ കുഴപ്പമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ കാറ് എന്നേക്കാൾ വിലപിടിപ്പുള്ള കാറിൽ ഞാൻ 50 കൊല്ലമായി സഞ്ചരിക്കുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ പിണറായിയുടെ വണ്ടി കയറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഐത്തജാതിക്കാരനായി പോയതുകൊണ്ടാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായിയുടെ വണ്ടി എന്ന് ഞാനൊന്ന് കയറി എന്നിട്ട് ഈ രാജ്യത്ത് എന്താണ് മതേതരത്വം നഷ്ടപ്പെട്ടു പോയോ? ഇവിടെ മുസ്ലിമിന്റെ വണ്ടിക്കാരുണ്ട്, മുസ്ലിം ലീഗുകാര്. അവരുടെ വണ്ടിയിൽ അവരുടെ ആളുകളെല്ലാം വേറെ ആരെങ്കിലും കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ? തങ്ങളുടെ വണ്ടി തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരല്ലാതെ വേറെ ആരെങ്കിലും കയറ്റുന്നുണ്ടോ? ആരും അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ആ ഒരു വണ്ടി കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് എന്നാ സുനാമി സംഭവിച്ചോ? ഇതെന്ത് വിവേചനമാണ്? ഈ വിവേചനമാണ് ഈ രാജ്യത്ത് വലിയ പ്രശ്നം. മതേതരത്വം വാന്തോരാതെ പറയുകയും മതാധിപത്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ദുഷ്ടശക്തികളാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ആമ്രവഞ്ചം ചേരുകയാണ്. ഗൗതം, ഈ മുസ്ലിം ജനസംഖ്യ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വൈകാതെ തന്നെ കേരളം മുസ്ലിം ഭൂരിപക്ഷ നാടാകും എന്നൊക്കെ പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഏറലുണ്ട്. ആ സമയത്താണ് മുസ്ലിം ലീഗിനെയാണ് കുറ്റപ്പെടുത്തിയത് എന്ന് വെള്ളാപ്പള്ളി മറുപടി പറയുന്നത്. തീർച്ചയായിട്ടും രുചീഷ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF-നേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ ഈ പരാജയ കാരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി മൊത്തത്തിൽ അവലോകനം ചെയ്യപ്പെട്ടിട്ടുള്ളത്, വിലയിരുത്തപ്പെടുന്നതും ചർച്ചകൾ ഉയർന്നു വരുന്നതും വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകളുമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ നിലപാടുകളെ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളായിരുന്നു വ്യാപകമായി പ്രചരിച്ചത്. അത് വലിയ വിമർശനമായി ഒരുപക്ഷെ മുന്നണിക്കുള്ളിൽ തന്നെ, സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് പ്രതികരണം
പ്രതികരണം നടത്തിയിരിക്കുന്നത്. താൻ ഒരു കാലഘട്ടത്തിലും മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനോടായിരുന്നു തൻ്റെ വിമർശനമെല്ലാം ഉന്നയിച്ചിരുന്നത്. മുസ്ലിം വിരുദ്ധനായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്തെ വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളാണ് എന്നുള്ള പ്രതിരോധമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തീർത്തിരിക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെ അത് മുസ്ലിം മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല, മറിച്ച് അത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെയും അവരുടെ നിലപാടുകളെയും വിമർശിച്ചുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കപ്പെട്ടത് മുസ്ലിം ലീഗിനെതിരെയായിരുന്നെങ്കിലും പക്ഷേ അത് വ്യാഖ്യാനിക്കപ്പെട്ടത് താൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ വിമർശിക്കുന്നു എന്ന തരത്തിലേക്കാണ്. താനൊരു വർഗീയവാദിയാണ് എന്ന നിലയിലേക്കുള്ള പ്രചരണങ്ങളാണ് നടന്നത്. ആ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും താൻ മതേതരവാദിയാണ് എന്നും പറഞ്ഞു വയ്ക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അതോടൊപ്പം തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിവിധ വിമർശനങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരണം നടത്തുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിലേക്ക് എത്തുന്ന സമയത്ത് കാറിൽ ഒപ്പം കൂട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളായിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളായിരുന്നു. ഇത്തരത്തിൽ ന്യൂനപക്ഷ വർഗീയത പറയുന്ന ഒരാളെ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ തൻ്റെ സന്തത സഹചാരിയായി കൊണ്ടു നടക്കുന്നു. പ്രധാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാൻ വെള്ളാപ്പള്ളി നടേശനൊപ്പം തൻ്റെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പം കൂട്ടുന്നെന്നത് ഉൾപ്പെടെയുള്ള വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. ആ വിമർശനങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതായത് താൻ മുഖ്യമന്ത്രിക്കൊപ്പം ഒരു കാറിൽ സഞ്ചരിച്ചാൽ, അത്തരത്തിലൊരു സഞ്ചാരം താൻ നടത്തിയാൽ അതിനെ വിമർശിക്കാൻ, അത് അങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ രാജ്യത്തെ മതേതരത്വത്തിന് എന്താണ് സംഭവിക്കുന്നത്, അതിനെന്ത് കേടുപാടാണ് സംഭവിക്കുന്നത്, ഒരു സുനാമി ഉണ്ടായി മതേതരത്വം ഒലിച്ചു പോവുകയാണോ തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ ഭാഷയിലുള്ള മറുപടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഗൗതം, അതോടൊപ്പം ഈ സർക്കാരിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. സർക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ എത്താത്തതാണ് പ്രശ്നം. എന്തായാലും വി.ഡി. സതീശന്റെ സ്വപ്നം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി തന്നെ അവശേഷിക്കും. ഇപ്പോൾ തന്നെ സർക്കാർ വിചാരിച്ചാൽ, LDF വിചാരിച്ചാൽ, ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ ഭരണത്തിലേക്ക് വീണ്ടും എത്താൻ സാധിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിൻ്റെ മൂന്നാം ഘട്ടം. അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രതികരണത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം അതാണ്. അതായത് എല്ലാവരും LDFൻ്റെ തോൽവിക്ക് കാരണമായ തൻ്റെ പേര് ഉന്നയിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് സംസ്ഥാനത്ത് 10 വർഷം കൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ ജനക്ഷേമ പ്രവർത്തനങ്ങളെ സാധാരണ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ LDFൻ്റെ അണികൾക്ക് സാധിച്ചില്ല, വിശേഷിച്ച് CPMൻ്റെ അണികൾക്ക് സാധിച്ചില്ല. CPM പ്രവർത്തകർക്ക് അത് ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിനും അതിൻ്റെ ഗുണഭോക്താക്കളെ കൃത്യമായി വോട്ട് ബാങ്കാക്കി മാറ്റുന്നതിനും കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ മസിലി പിടിച്ചുകൊണ്ട് ജനങ്ങളോട് ഭീഷണിപ്പെടുത്തുകയും ചട്ടമ്പിത്തരവും കാണിച്ചുകൊണ്ട് ജനങ്ങളെ കൂടെ നിർത്താമെന്നുള്ള ചില ആളുകളുടെ നയമുണ്ട്. ആ നയത്തിനേറ്റ തിരിച്ചടി കൂടിയാണ്. അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ശരിയായ രീതിയിലായിരിക്കില്ല മുന്നോട്ട് പോവുക, മറിച്ച് ജനങ്ങളെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയണമെന്നും ആ സ്നേഹം നൽകിക്കൊണ്ട് മുന്നണിക്കൊപ്പം ചേർത്ത് നിർത്താൻ കഴിയണമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് പാറ്റേൺ അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേണാണ്. ആ വോട്ടിംഗ് പാറ്റേണിൽ LDFന് തിരിച്ചു വരാൻ കഴിയും. അത്തരത്തിൽ LDFന് തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വ്യക്തിപ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലയിടത്തും LDFന് അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അത് തനിക്ക് എണ്ണി പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന വി.ഡി. സതീശന്, പ്രതിപക്ഷ നേതാവിന് അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി അവസാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിന് LDFന് തിരിച്ചുവിടാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും അതിനുള്ള കഴിവ് ഇപ്പോഴും LDFന് ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുകയാണ്. രുചീഷ്.